ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് അരിതമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി. അരിതമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്നാണ്. അതിലെ ഒന്നാമത്തെ ടോപ്പിക്കാണ് ശ്രേണി എന്ന് പറയുന്നത്, സീക്വൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ശ്രേണി. സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു ബോക്സിൽ ഒത്തിരി നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പം ഞാൻ ഈ നമ്പേഴ്സിൽ നിന്നും ചില നമ്പറുകൾ മാത്രം ഇങ്ങോട്ട് എഴുതാൻ പോവുകയാണ്. അപ്പം ഞാൻ നമ്പർ എഴുതിയിട്ടുണ്ട് 1, 3, 5, 7 ആണ് അല്ലേ. ഈ നമ്പറുകളുടെ പ്രത്യേകത എന്താണ്? ഇവർ ഓഡ് നമ്പേഴ്സാണ് അല്ലേ, ഒറ്റ സംഖ്യകളല്ലേ. അതുപോലെ നമ്മൾ അടുത്ത ആൾ എഴുതാൻ പോവാണ്. 2, 4, 6, 8 എക്സെട്ര. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവർ ഈവൻ നമ്പേഴ്സാണ് അല്ലേ, ഇരട്ട സംഖ്യകളാണ്. ഇത് രണ്ടും ശ്രേണികളാണ്. ഈ എഴുതിയിരിക്കുന്ന രണ്ടും എന്താണ്? സീക്വൻസ് ആണ്. അപ്പോൾ ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു കൂട്ടം ഒബ്ജക്റ്റുകളിൽ നിന്ന്, അത് ഒബ്ജക്റ്റുകളാവാം അല്ലെങ്കിൽ ചിലപ്പോൾ സംഖ്യകളാവാം അല്ലേ, എന്തും ആവട്ടെ, അതിൽ നിന്ന് ഒരു പ്രത്യേക രീതിയിൽ സംഖ്യകളെ കോമയിട്ട് എഴുതുന്നതിന് പറയുന്ന പേരാണെന്ത്? ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക രീതി എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു നിയമമായിരിക്കാം, എന്തെങ്കിലും ഒരു റൂൾ ഉപയോഗിച്ചിട്ടാവാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏത് നിയമമാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഓഡ് നമ്പേഴ്സ് എന്നുള്ളതാണ് അല്ലേ. ഒറ്റ സംഖ്യ എന്നുള്ള ഒരു നിയമമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തേതല്ലോ ഇരട്ട സംഖ്യ എന്നുള്ളതാണ് അല്ലേ. ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് എന്നുള്ള ഒരു നിയമമാണ് രണ്ടാമത്തേൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഒരു ശ്രേണിയിലെ സംഖ്യകളെ പറയുന്ന പേര് അല്ലെങ്കിൽ സീക്വൻസിലെ നമ്പേഴ്സിനെ പറയുന്ന പേരാണെന്ത്? പദം അല്ലെങ്കിൽ ടേംസ്. പദങ്ങൾ എന്നാണ് പറയാം, ടേംസ്. ഇംഗ്ലീഷിൽ നമ്മൾ ടേംസ് എന്നാ പറയാം. ആദ്യം എഴുതിയിരിക്കുന്നത് ഒന്നാം പദമാണ്, ഫസ്റ്റ് ടേം. രണ്ടാമത് എഴുതിയിരിക്കുന്നത് രണ്ടാം പദം അല്ലെങ്കിൽ സെക്കൻഡ് ടേം. മൂന്നാമത് എഴുതിയിരിക്കുന്നത് മൂന്നാം പദം അല്ലെങ്കിൽ തേർഡ് ടേം എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ശ്രേണി എന്താണ് എന്നാണ് അല്ലേ, സീക്വൻസ്. ഒരു സീക്വൻസിൽ എന്തെല്ലാം ഉണ്ട്? നമ്പേഴ്സ് ഉണ്ടാവും, കോമയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നമ്പേഴ്സുകൾ എങ്ങനെയായിരിക്കും? പദങ്ങളാണ് അല്ലേ, ടേംസ് ആയിരിക്കും. അതിന് എന്തുണ്ടാവും? ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു നിയമത്തിനെ അല്ലെങ്കിൽ ഒരു റൂളിനെ ബേസ് ചെയ്തിട്ട് ഒരു ഓർഡറിലായിരിക്കും എന്ത് പോകുന്നുണ്ടാവുക? നമ്മുടെ ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് പോകുന്നുണ്ടാവുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക. വശങ്ങളുടെ എണ്ണം, അകക്കോണുകളുടെ തുക, പുറം കോണുകളുടെ തുക, ഒരു അകക്കോണിൻ്റെ അളവ്, ഒരു പുറം കോണിൻ്റെ അളവ്. മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസ് from the sequence of equilateral triangle, squares, regular pentagons and so on of regular polygons. Number of sides, sum of inner angles, sum of outer angle, one inner angle, one outer angle. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പോളിഗൺസ് തന്നിട്ടുണ്ട്, അതായത് റെഗുലർ പോളിഗൺസ് ആണ് തന്നിട്ടുള്ളത്, ജാമിതീയ രൂപങ്ങളല്ലേ. ഒന്നാമത്തെ ആളാണ് ആര്? സമഭുജ ത്രികോണം, ഈക്വിലാറ്ററൽ ട്രയാങ്കിള്. പിന്നീട് വരുന്നത് സ്ക്വയർ ആണ്. പിന്നെ വരുന്നത് റെഗുലർ പെൻറ്റഗൺ ആണ്, സമ പഞ്ചഭുജം. ഇനി അടുത്തത് ആരായിരിക്കും? സമ ഷഡ്ഭുജ ആയിരിക്കും, റെഗുലർ ഹെക്സഗൺ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ശ്രേണി ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, സീക്വൻസ് ഉണ്ടാക്കാൻ. എങ്ങനെ ബേസ് ചെയ്തിട്ട് സീക്വൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? വശങ്ങളുടെ എണ്ണം നോക്കിയിട്ട് അല്ലെങ്കിൽ സൈഡ്സിൻ്റെ നമ്പർ നോക്കിയിട്ട് എന്ത് ചെയ്യണം? സീക്വൻസ് ഉണ്ടാക്കണം, ശ്രേണി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ശ്രേണി ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ആദ്യത്തെ ആളാണ് ത്രികോണം അല്ലേ, അതായത് സമഭുജ ത്രികോണമാണ്, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതിന് എത്ര വശം ഉണ്ടെന്ന് ആദ്യം നമ്മൾ കൗണ്ട് ചെയ്യണം. 1, 2, 3. എത്ര സൈഡ്സാണ് ഉള്ളത്? 3. അപ്പോൾ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒന്നാം പദം നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കോമ ഇടണം.
അല്ലേ? ഇനി അടുത്ത ആൾ ആരാണ്? സ്ക്വയർ ആണ് അല്ലേ? സമചതുരം. ഇനി ഇതിൻ്റെ സൈഡ്സ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 1 2 3 4. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം അല്ലെങ്കിൽ രണ്ടാം പദം എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. അത് കഴിഞ്ഞാൽ എന്തിടണം? കോമ ഇടണം. ഇനി അടുത്ത ആൾ റെഗുലർ പെൻറ്റഗൺ ആണ്, സമ പഞ്ചഭുജം. ഇതിൻ്റെ സൈഡ്സ് എണ്ണണം. 1 2 3 4 5. ഇനി അടുത്ത ആളുടെ സൈഡ് എത്ര ആയിരിക്കും? 6 ആയിരിക്കില്ല. അങ്ങനെ ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് വശങ്ങളുടെ എണ്ണം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സൈഡ്സിൻ്റെ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ശ്രേണി, സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ രണ്ടാമത് നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്ന ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് എന്ന് പറയുന്നത് അകക്കോണുകളുടെ തുക ഉപയോഗിച്ചിട്ടാണ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കണം? നമ്മളോട് ശ്രേണി ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, സീക്വൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അകക്കോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലുള്ള അല്ലേ? ഇന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉള്ളിലുള്ള ആംഗിൾസ്. ഇതാണ് ഉള്ളിലുള്ള ആംഗിൾസ് എന്ന് പറയുന്നത്, കോണുകൾ എന്ന് പറയുന്നത്. അവരുടെ തുക ഉപയോഗിച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ശ്രേണി കണ്ടുപിടിക്കേണ്ടത്, സീക്വൻസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ആളെ എടുത്തു കഴിഞ്ഞാൽ ഇതാരാണ്? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലേ? സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണത്തിൻ്റെ ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാം 60 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്ത ആൾ ആരാണ്? സ്ക്വയർ ആയിരുന്നു അല്ലേ? സമചതുരം. അവരുടെ പ്രത്യേകത ആംഗിൾസ് ഒക്കെ 90 ഡിഗ്രി ആയിരിക്കും. അടുത്ത ആൾ സമ പഞ്ചഭുജം, റെഗുലർ പെൻറ്റഗൺ ആണ്. അവരുടെ ആംഗിൾസ് എങ്ങനെയായിരിക്കും? എല്ലാതും 108 ഡിഗ്രി ആയിരിക്കും. ഇനി എന്ത് കണ്ടുപിടിക്കണം? അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കണം. തുക എന്ന് പറഞ്ഞത് എല്ലാം ആഡ് ചെയ്യുക, കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? സം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആംഗിൾസ് അറിയുമെങ്കിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് എഴുതാം. ഇനി അറിയില്ലെങ്കിലാണ് എന്ത്? നമുക്കൊരു സമവാക്യമുണ്ട്, ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് അറിയുന്നത് വെച്ചിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് 60 ഡിഗ്രി അറിയുമെന്നുണ്ടെങ്കിൽ തുക കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത്? 60 + 60 + 60 എത്ര കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ ആൾ ആരാണ്? 180 ഡിഗ്രി ആണ്. ഇനി രണ്ടാമത്തെ ആളത് എങ്ങനെ കണ്ടുപിടിക്കും? 90 + 90 + 90 + 90. അപ്പോൾ നമുക്ക് 360 ഡിഗ്രി എന്ന് കിട്ടും. ഇനി അടുത്തത് 108 + 108 + 108 + 108 + 108. അങ്ങനെ നമുക്ക് 540 ഡിഗ്രി എന്ന് കിട്ടും. 540 വരും. അടുത്ത ആളത് നമുക്ക് 720 ഡിഗ്രി എന്ന് വരും. ഇതാണ് നമ്മുടെ ശ്രേണി, സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആംഗിൾസ് അറിയാമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യും അല്ലേ? ആംഗിൾസിനെ പറ്റിയിട്ട് നമുക്ക് നല്ല ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണിത്. n - 2 × 180. n - 2 × 180. ഇതിൽ n എന്ന് പറയുന്നത് വശങ്ങളുടെ എണ്ണമാണ്, നമ്പർ ഓഫ് സൈഡ്സ് എന്നാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് n-ന് 3 എന്ന് കൊടുക്കാം. 3 വശമാണുള്ളത്, അപ്പോൾ n-ന് 3 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ കിട്ടും? 3 - 2 × 180 ഡിഗ്രി. 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 × 180 എന്ത് തന്നെയാണ്? 180 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം കിട്ടി, 180 ഡിഗ്രി. ഇനി അടുത്ത ആൾ സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയറിന് എത്ര വശമുണ്ട്? 4 വശമുണ്ട്. അപ്പോൾ n-ന് നമ്മൾ 4 എന്ന് കൊടുക്കണം. അപ്പോൾ n - 2 4 - 2 × 180 ഡിഗ്രി. 4 - 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 × 180 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ സെക്കൻഡ് ആരെ കിട്ടി? നമുക്ക് 360 ഡിഗ്രി കിട്ടി. അങ്ങനെ അടുത്തത് നമ്മൾ ആരെ നോക്കണം? നമ്മുടെ പെൻറ്റഗണെ നോക്കണം അല്ലേ? പെൻറ്റഗണ് എത്ര സൈഡ്സ് ഉണ്ട്? 5 സൈഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ n-ന് 5 എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് കിട്ടും? നമുക്ക് 5 - 2 × 180 ഡിഗ്രി. 5 - 2 എന്ന് പറയുന്നത് 3 ആണ്. 3 × 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് 540 ഡിഗ്രി എന്ന് കിട്ടും. 540. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആൾ കിട്ടി. ഇനി അടുത്ത ആൾ ആരാണ്? റെഗുലർ ഹെക്സഗൺ ആണ് അല്ലേ? അപ്പോൾ n-ന് എന്ത് വില കൊടുക്കേണ്ടി വരും? 6 എന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ 6 - 2 × 180 ഡിഗ്രി. 6 - 2 4 ആണ്. അപ്പോൾ 4 × 180 ഡിഗ്രി നമുക്ക് എത്ര കിട്ടും? 720 ഡിഗ്രി എന്ന് വരും. അത് നമ്മൾ 720 ഡിഗ്രി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അകക്കോണുകളുടെ തുക ഉപയോഗിച്ച്, സം ഓഫ് ഇന്നർ ആംഗിൾസ് ഉപയോഗിച്ചിട്ടുള്ള ശ്രേണി എന്ന്.
സീക്വൻസ് 180 ഡിഗ്രി, 360 ഡിഗ്രി, 540 ഡിഗ്രി, 720 ഡിഗ്രി, എക്സെട്ര. ഇനി നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്ന ശ്രേണി പുറം കോണുകളുടെ തുക ഉപയോഗിച്ചിട്ടാണ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഉപയോഗിച്ചിട്ടുള്ള ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് ആണ് ഇവിടെ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഏതൊരു പോളിഗൺ എടുത്തു കഴിഞ്ഞാലും അവരുടെ പുറം കോണുകളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. ഏത് പോളിഗൺ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഏത് തന്നെ കിട്ടുക? 360 ഡിഗ്രി തന്നെ കിട്ടുക. ഇനി നമ്മുടെ ആ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് തീർക്കാം. ഇവിടെ ഒന്നാമത്തെ ആള് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണാണ് അല്ലേ. ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഒരു ഔട്ടർ ആംഗിൾ ആട്ടോ പറയണത്. ഒരു പുറംകോൺ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇതാണ് ഒരു പുറംകോണ്. ഇത് മൊത്തം 180 ഡിഗ്രി ആയിരിക്കും. മൊത്തം എത്രയാണ്? 180 ഡിഗ്രി ആയിരിക്കും. അതിൽ 60 ഡിഗ്രി ഇവിടെ വന്നു അല്ലേ, 60 ഡിഗ്രി ഇവിടെ വന്നു. ഇനി ബാക്കി ഇവിടെ എത്ര വരണം? 120 ഡിഗ്രി വരണം, 120 ഡിഗ്രി വരണം. ഇവിടെ ഉള്ള 120 പോലെ തന്നെ എവിടെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഇത് മൊത്തം ആഡ് ചെയ്യുന്നതാണെന്ത്? പുറം കോണുകളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പോവാം. 120, 120, 120 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 360 ഡിഗ്രി എന്ന് വരും. ഒന്നാമത്തത് 360 എന്ന് വന്നു. ഇനി അടുത്ത ആള് സ്ക്വയർ ആണ് അല്ലേ, സമചതുരാണ്. സമചതുരത്തിൻ്റെ പുറംകോൺ ഏതാന്ന് നോക്കാം. ഇതാണ് ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. മൊത്തം 180 ഡിഗ്രി വരണം. അതിൽ 90 ഡിഗ്രി ഇവിടെ പോയി. ഇനി ബാക്കി എത്ര ഉണ്ടാവും? 90 ഉണ്ടാവും. അങ്ങനെ ഇവിടെയൊക്കെ ഉണ്ടാവും അല്ലേ. അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. 90 പ്ലസ് 90 പ്ലസ് 90 പ്ലസ് 90. അപ്പോൾ നമുക്ക് 360 ഡിഗ്രി എന്ന് വരും. ഇനി അടുത്തത് നമ്മുടെ പെൻറ്റഗൺ എടുത്ത് നോക്കാം. റെഗുലർ പെൻറ്റഗൺ. ഇതാണ് പെൻറ്റഗണിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്, പുറംകോണ്. ഇത് മുതൽ ഇതുവരെ 108 ഡിഗ്രിയാണ്. മൊത്തം 180 വേണം. അതിൽ 108 ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 72 ഡിഗ്രി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടുത്തെ 72ഉം ഇവിടുത്തെ 72 ഒക്കെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, കൂട്ടണം അല്ലേ. 72 പ്ലസ് 72 പ്ലസ് 72 പ്ലസ് 72 പ്ലസ് 72 എത്ര വരും? 360 ഡിഗ്രി വരും. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തു പോകും. ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഏതൊരു പോളിഗൺ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പുറം കോണുകളുടെ തുക സം ഓഫ് ഔട്ടർ ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അകക്കോണിൻ്റെ അളവ് ഉപയോഗിച്ചിട്ടുള്ള ശ്രേണിയാണ്. 1 ഇന്നർ ആംഗിൾ ഉപയോഗിച്ചിട്ടുള്ള സീക്വൻസ് ആണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതും നമുക്ക് ലോജിക്ക് വൈസ് ആലോചിക്കാം അല്ലേ. ഇപ്പം നമുക്കറിയാം ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. സമഭുജ ത്രികോണാണെന്നുണ്ടെങ്കിൽ 60 ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം. അതേപോലെ സമചതുരാണെങ്കിൽ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. പഞ്ചഭുജാണെന്നുണ്ടെങ്കിലോ സമപഞ്ചഭുജം റെഗുലർ പെൻറ്റഗൺ ആണെങ്കിൽ 108 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അറിയുന്ന രീതിയിൽ എഴുതാം അല്ലേ ആദ്യം. അപ്പോൾ ആദ്യത്തേത് ആരാണ്? 60 ഡിഗ്രി ആണ്. അടുത്ത ആൾ 90 ഡിഗ്രി ആണ്. അടുത്ത ആൾ 108 ഡിഗ്രി ആണ്. അടുത്തത് 120 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ എക്സെട്ര പോകും. ഇവിടെ റെഗുലർ ഹെക്സഗൺ ഉണ്ട് കേട്ടോ. സമ ഷഡ്ഭുജം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 120 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ ഒരു ആംഗിൾ, ഒരു അകക്കോണിൻ്റെ അളവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 ഇന്നർ ആംഗിൾ. അതായത് ഇത് ഒരെണ്ണം എടുത്താൽ മതി. സമ്മ നമ്മളോട് ചോദിച്ചിട്ടുണ്ടല്ലോ ആദ്യം. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ലോജിക്കലായിട്ട് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സമ്മ് കണ്ടില്ലേ, അകക്കോണുകളുടെ സമ്മ്, ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് കണ്ടുപിടിച്ചായിരുന്നില്ലേ. ആദ്യത്തേതിൻ്റെ 180 ആയിരുന്നു, രണ്ടാമത്തത് 360 ആയിരുന്നു, 540 ആയിരുന്നു, നാലാമത്തത് 720 ആയിരുന്നു അല്ലേ. ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഒരു അകക്കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. 1 ഇന്നർ ആംഗിളിൻ്റെ അളവും കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാം. ആദ്യം നമുക്ക് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണം എടുക്കാം. അതിൻ്റെ സമ്മ് എത്രയായിരുന്നു? അകക്കോണുകളുടെ സമ്മ് 180 ഡിഗ്രി ആയിരുന്നു അല്ലേ. 180 ഡിഗ്രി ആയിരുന്നു. ഈ 180 ഡിഗ്രിയെ ഇതിൻ്റെ വശങ്ങൾ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, അതായത് വശങ്ങളുടെ എണ്ണം എത്രയാണ്? സൈഡ്സിൻ്റെ എണ്ണം 1, 2, 3 അല്ലേ. ആ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു അകക്കോണിൻ്റെ അളവ് കിട്ടും 60 ഡിഗ്രി എന്ന്. ഒരു
വൺ ഇന്നർ ആംഗിളിൻ്റെ അളവ് 60 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് ലോജിക്കലി അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ഇനി രണ്ടാമത്തെ ആള് ആരാണ്? സ്ക്വയർ ആണല്ലോ. സ്ക്വയറിൻ്റെ അകക്കോണുകളുടെ തുക ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് 360 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 360 ഡിഗ്രിയെ അതിൻ്റെ വശങ്ങളുടെ എണ്ണം കൊണ്ട്, സൈഡ്സിൻ്റെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഇവിടെ എത്രയാണ്? 1 2 3 4. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 90 എന്നാണ്. 90 ഡിഗ്രി. നമുക്ക് സെക്കൻഡ് ടേം കിട്ടില്ലേ? രണ്ടാം പദം കിട്ടി. ഇനി മൂന്നാമത്തെ ആളത് എങ്ങനെ കണ്ടുപിടിക്കും? മൂന്നാമത്തെ ആളുടെ അകക്കോണുകളുടെ തുക 540 ആയിരുന്നു അല്ലേ? 540 ഡിവൈഡഡ് ബൈ എത്ര വശമുണ്ട്? 5 വശമുണ്ട്, 5 ഉണ്ട്. അപ്പോൾ നമുക്ക് 108 ഡിഗ്രി എന്ന് വരും. അങ്ങനെ അടുത്ത ആൾ ആരാണ്? ഹെക്സഗൺ ആയിരുന്നു അല്ലേ? 720 ആയിരുന്നു. 720 ഡിവൈഡഡ് ബൈ എത്ര വശം ഉണ്ടാവും? 6 ഉണ്ടാവും. അപ്പോൾ നമുക്ക് 120 ഡിഗ്രി എന്ന് വരും. ഇനി ഇതിനൊക്കെ ഒരു ശ്രേണിയാക്കി എഴുതാം അല്ലേ? സീക്വൻസ് ആക്കിയിട്ട് എഴുതാം. ഇങ്ങനെ 60 ഡിഗ്രി, 90 ഡിഗ്രി, 108, 120. ഇങ്ങനെ നമുക്ക് ലോജിക്കലായിട്ട് ആലോചിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇനി അടുത്തത് നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്ന ശ്രേണി എന്ന് പറയുന്നത് ഒരു പുറം കോണിൻ്റെ അളവ് ഉപയോഗിച്ചിട്ടാണ്. 1 ഔട്ടർ ആംഗിൾ ഉപയോഗിച്ചിട്ടുള്ള ശ്രേണി അല്ലേ? സീക്വൻസ് ആണ് ഇവിടെ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറമേ കാണുന്ന ആംഗിൾ എന്നാണ് അല്ലേ അർത്ഥം. അതിൽ ഒരെണ്ണത്തിൻ്റെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഒരെണ്ണത്തിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈക്വിലാറ്ററൽ അല്ലേ? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ, ഒരു പുറം കോണെന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇതാണ്. ഇവിടെ 60 ഡിഗ്രി ഉണ്ട്. ഇത് മൊത്തം 180 ഡിഗ്രിയാണ് നമുക്കറിയാം അല്ലേ? ഇത് മൊത്തം എങ്ങനെയാണ്? 180 ഡിഗ്രിയാണ്. അതിൽ 60 ഡിഗ്രി ഇവിടെ വന്നു. ഇനി ബാക്കി എത്ര വേണം? ബാക്കി നമുക്ക് 120 ഡിഗ്രി വേണം അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 120 ആണ്, 120 ഡിഗ്രി ആണ്. ഇനി അടുത്തത് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയറിൻ്റെ കേസിൽ, സമചതുരത്തിൽ മൊത്തം എത്ര വേണം? 180 ഡിഗ്രി വേണം. ഇവിടെ എത്ര വന്നിട്ടുണ്ട്? 90 ഡിഗ്രി വന്നിട്ടുണ്ടെങ്കിൽ പുറമേ കിടക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? ഇത് എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രിയാണ് എന്ത്? 180 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 90 ഡിഗ്രി എന്ന് വരും. കോമ ഇട്ട് കൊടുത്തു നമ്മൾ. ഇനി ഇതിൻ്റെ കേസിൽ സമപഞ്ചഭുജം, റെഗുലർ പെൻറ്റഗൺ ആണെന്നുണ്ടെങ്കിലോ ഇത് മൊത്തം 180 ആണ്. ഇവിടെ 108 വന്നു. ഇനി ബാക്കി എത്ര വേണം? 72 ഡിഗ്രി വേണം. അപ്പോൾ അടുത്ത ആൾ 72 ആണ്. ഇതേപോലെ ഈ ശ്രേണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ നമുക്ക് കിട്ടിയ സീക്വൻസ് എന്താണ്? 120, 90 ഡിഗ്രി, 72 എക്സെട്ര. സെക്കൻഡ് ക്വസ്റ്റ്യൻ. പൊട്ടുകൾ അടുക്കി ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക. തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. Look at these triangles made with dots. How many dots are there in each? Compute the number of dots needed to make the next 3 triangles. ഇവിടെ ഡോട്ട്സ് ഉപയോഗിച്ചിട്ട്, അതായത് പൊട്ടുകൾ ഉപയോഗിച്ചിട്ട് ട്രയാങ്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ത്രികോണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 3 എണ്ണം ഉണ്ട് അല്ലേ? ഇനി ഒരു 3 എണ്ണം കൂടി ഉണ്ടാക്കണം. 3 ട്രയാങ്കിൾസും കൂടെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് എത്ര പൊട്ടുകൾ വേണം, എത്ര ഡോട്ട്സ് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ട്രയാങ്കിൾ എടുക്കാം. ഫസ്റ്റത്തെ ട്രയാങ്കിൾ 2 സ്റ്റെപ്പുള്ളൂ അല്ലേ? 2 സ്റ്റെപ്പല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ 1 ഡോട്ട് വന്നു, രണ്ടാമത്തെ സ്റ്റെപ്പിൽ 2 ഡോട്ട് വന്നു. അങ്ങനെ മൊത്തം ആദ്യത്തെ ട്രയാങ്കിൾ എത്ര ഡോട്ടായി? 3 ഡോട്ട്സ് ആയി. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്കുക. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ 1 ഡോട്ടേ ഉള്ളൂ, പ്ലസ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ 2 ഡോട്ട്സ് ഉണ്ട്, മൂന്നാമത്തെ സ്റ്റെപ്പിൽ 3 ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ മൊത്തം ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അടുത്ത ട്രയാങ്കിൾ നോക്കുക. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ 1 ഡോട്ട് ഉണ്ട്, സെക്കൻഡ് സ്റ്റെപ്പിൽ 2 ഡോട്ട് ഉണ്ട്,
തേർഡ് സ്റ്റെപ്പിൽ 3 ഡോട്ട് ഉണ്ട്. ഫോർത്ത് സ്റ്റെപ്പിൽ 4 ഡോട്ട്സ് ഉണ്ട്. മൊത്തം ആഡ് ചെയ്താൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളോട് ഇനി 3 എണ്ണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിൽ ഒന്നാമത്തെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതേ പാറ്റേൺ ഉപയോഗിച്ചിട്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരെണ്ണം ഉണ്ടാവും, രണ്ടാമത്തെ സ്റ്റെപ്പിൽ 2 എണ്ണം ഉണ്ടാവും, മൂന്നാമത്തെ സ്റ്റെപ്പിൽ 3 എണ്ണം ഉണ്ടാവും, നാലാമത്തെ സ്റ്റെപ്പിൽ 4 എണ്ണം ഉണ്ടാവും, അഞ്ചാമത്തെ സ്റ്റെപ്പിൽ 5 എണ്ണം ഉണ്ടാവും. അങ്ങനെ മൊത്തം ഇവിടെ എത്ര ഡോട്ട് വേണം? 15 ഡോട്ട് അല്ലേ? 15 വേണം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ട്രയാങ്കിൾ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അത് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 5 കഴിഞ്ഞില്ലേ? 5 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി 6 സ്റ്റെപ്പ് ഉള്ളതാണ് എഴുതാൻ പോണത്. 1 + 2 + 3 + 4 + 5 + 6 = 21. ഒരു സ്റ്റെപ്പും കൂടെ കൂടി അല്ലേ? അടുത്തത് എങ്ങനെയായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മൂന്നാമത്തത്? 1 + 2 + 3 + 4 + 5 + 6 + 7 = 28 എന്ന് വരും. ഇതാണ് പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന 3 ട്രയാങ്കിൾസ്. ഇതേ പാറ്റേൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി പുതുതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ഡോട്ട്സ് വേണമെന്നാണ് ചോദിക്കണേ. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? അപ്പോൾ പുതുതായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഉണ്ടാക്കണമെങ്കിൽ 15 വേണം, രണ്ടാമത്തത് 21 വേണം, മൂന്നാമത്തേത് ഉണ്ടാക്കണമെങ്കിൽ 28 വേണം. അപ്പോൾ ഇത് മൊത്തം ആഡ് ചെയ്താൽ മതി. 15 + 21 + 28 = 64. അപ്പോൾ ഇനി 64 ഡോട്ട്സ് വേണം. 64 പൊട്ടുകളും കൂടെ വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ഈസി മാത്സ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.